Today we announce the winner of Sansevieria plants from one of my videos. If you're the winner, please put down your Instagram ID or email ID down in the comment box so that I can reach you to send you the prize possession. Hi, hello my dear friends, it's me Hasina Jabbar. Welcome back to my YouTube channel. ഇന്ന് നമ്മുടെ ഗാർഡനിലെ മറ്റൊരു പ്ലാന്റിനെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതായത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സബ്സ്ക്രൈബർ ഒരു കമൻ്റ് ഇട്ടിരുന്നു, സാൻസിവേരിയ പ്ലാന്റിൻ്റെ പരിചരണവും അതിൻ്റെ പ്രൊപ്പഗേഷനും എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സാൻസിവേരിയ പ്ലാന്റ് തന്നെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസും റിക്വസ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ സാൻസിവേരിയ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇപ്പം വളരെ പ്രാധാന്യമുള്ളൊരു പ്ലാന്റാണ്. ഇപ്പം എല്ലാവർക്കും അറിയാം സാൻസിവേരിയയുടെ പ്രാധാന്യത്തെക്കുറിച്ചും. അതുപോലെ ഒരു നല്ല എയർ പ്യൂരിഫയർ ആണ്. ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയൊക്കെ എന്ത് ചെയ്യും, അബ്സോർവ് ചെയ്തിട്ട് അന്തരീക്ഷത്തിൽ ഏകദേശം ഒരു 20% ഓക്സിജൻ ഉണ്ട്. ഈ ഓക്സിജൻ്റെ അളവിനെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. നാസ സജസ്റ്റ് ചെയ്തിട്ടുള്ള ടോപ്പ് 10 ബെസ്റ്റ് വൺ ഓഫ് ദി പ്ലാന്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് സാൻസിവേരിയ എന്ന് പറയുന്ന പ്ലാന്റ്. അപ്പോൾ അതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ്, അത് ഇപ്പം നമ്മുടെ ഗാർഡനിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സാൻസിവേരിയയ്ക്കാണ്. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡൻ്റെ 2, 3, 4 സൈഡിലായിട്ട് സാൻസിവേരിയ വെച്ച് അലങ്കരിച്ചിരിക്കുകയാണ്. അപ്പം അതിലൂടെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയാൻ, ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ ഈ ഒരു അന്തരീക്ഷത്തിൽ ഇപ്പം ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും ഇവിടെ ഇതുവരെ ഒരു പകർച്ചവാദികളോ അല്ലെങ്കിൽ ഒരു പനിയോ ഈവൻ കൊറോണ പോലും നമ്മളെ ബാധിച്ചിട്ടില്ല എന്നതാണ്. അപ്പോൾ അങ്ങനെ പറയാൻ കാരണം അത്രയും ഞാൻ വിശ്വസിക്കുന്ന ഒരു പക്ഷേ ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ കപ്പാസിറ്റി കൊണ്ടാണ്. പ്ലാന്റ്സിൽ നിന്ന് വരുന്ന നല്ല ഫ്രഷ് ഓക്സിജൻ കൊണ്ട് നമ്മളെ ഈ ഒരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള നമ്മളെ എയർ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം. ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോഴും നല്ലൊരു കൂളിംഗ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എപ്പോഴും വെളിയിൽ നിന്ന് അകത്തേക്ക് വരുമ്പോൾ നല്ലൊരു കൂളിംഗ് ഫീലാണ് നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറുന്ന ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. അതുപോലെ വീടിനകത്ത് നല്ല കൂളിംഗ് ആണ്. അപ്പം അതുപോലുള്ള വ്യത്യസ്തങ്ങളായ പ്ലാന്റുകൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് കൊണ്ടായിരിക്കാമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം നമുക്കിന്ന് സാൻസിവേരിയ, ഇപ്പോൾ എൻ്റെ ഗാർഡനിൽ ഒരുപാട് സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ ഡോർഫ് സാൻസിവേരിയ എന്നറിയപ്പെടുന്ന ഈ ഒരു സാൻസിവേരിയ. അപ്പം അത് ഞാൻ എല്ലാം ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾ. ഇത് ശരിക്കും ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഈസി ടു കെയർ ആണ്. ഇതിന് വെയിൽ പ്രശ്നമല്ല, മഴ പ്രശ്നമല്ല, വെള്ളം പ്രശ്നമല്ല. പിന്നെ ഇൻഡോർ വയ്ക്കുമ്പോൾ മാത്രം നമ്മൾ സൂക്ഷിക്കേണ്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓവർ വാട്ടറിങ് പാടില്ല. അത് മാത്രം കെയർ ചെയ്താൽ മതി. ഇത് ലോ ലൈറ്റിലും ടോളറേറ്റ് ചെയ്യും, മീഡിയം ലൈറ്റിലും സൺലൈറ്റിലും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഇത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ്, ഈ പ്ലാന്റ് എങ്ങനെയാണ് നമ്മുടെ ഗാർഡനിൽ ഇത്രയും തൈകൾ തിങ്ങി നിറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റിനെ ഇത്രയും ഞാൻ ഒരു 10-20 പ്ലാന്റിൽ നിന്നാണ് ഒരു പക്ഷേ ഇത്രയും പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്ലാന്റ് എങ്ങനെയാണ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഒരു പ്ലാന്റ് എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഗൈസ് ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ നിരത്തി ഞാൻ വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിൽ നിന്ന് ഒരു പ്ലാന്റാണ് നമുക്ക് എടുത്തിട്ട് കണ്ടില്ലേ നിറഞ്ഞു തിങ്ങിയിരിക്കുന്ന ഈ പ്ലാന്റ് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, അപ്പം ഈ ഒരു പ്ലാന്റിന് എന്ത് പോട്ടിംഗ് മീഡിയ കൊടുക്കുമ്പോഴാണ് ശരിക്കും ഈ ഒരു പ്ലാന്റ് ഇത്രയും തിക്കായിട്ട് തൈകൾ ഉണ്ടാകുന്നത്. ശരിക്കും ഞാൻ വെച്ചിരുന്ന പൊസിഷൻ നിങ്ങളെ ഉണ്ടല്ലോ, നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു പൊസിഷനിൽ നിന്നാണ് ഈ പ്ലാന്റ് എടുത്തുകൊണ്ട് പോകുന്നത്. പക്ഷേ ഭയങ്കര ഈസിയാണ്. ഇത് വെർട്ടിക്കൽ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരാഴ്ച നമ്മൾ വീട്ടിലില്ലെങ്കിൽ പോലും ഇത് നല്ല രീതിയിൽ വളർന്ന് തിക്കായി തൈകളൊക്കെ ഒന്ന് നിറഞ്ഞിരിക്കും. ഒരു 1 മന്തോളം വെള്ളം ഒഴിച്ചില്ലെങ്കിലും ആള് ഓക്കെയാണ്. അപ്പം ഇത് നമുക്ക് പോട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ പോട്ടിംഗ് മീഡിയ എന്താണെന്നുള്ളത് നോക്കാം. പോട്ടിംഗ് മീഡിയയിലാണല്ലോ ഏതൊരു പ്ലാന്റിൻ്റെയും വളർച്ച ഇരിക്കുന്നതും അതിൻ്റെ തൈകൾ വരുന്നതും എല്ലാം പോട്ടിംഗ് മീഡിയ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഏതൊരു പ്ലാന്റ് നടുമ്പോൾ നമ്മൾ അതിൻ്റെ പോട്ടിംഗ് മീഡിയയാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ എന്ത് പോട്ടിംഗ് മീഡിയയാണ് ഇതിന് കൊടുക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് കാണാം. ഓക്കെ, ഞാൻ എടുത്തിരിക്കുന്നത് കൂടുതലും മണലാണ്. കണ്ടില്ലേ, മണലാണ് ഞാൻ കൂടുതലും എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നോർമൽ സോയിലാണ്, ഇത് നോർമൽ മണ്ണാണ്. അത് കഴിഞ്ഞിട്ട് ചാണകപ്പൊടി, ഓക്കെ, അത് കഴിഞ്ഞിട്ട് പെർലൈറ്റ് ആണ്, പിന്നീട് ചകിരിച്ചോറാണ്. ഓക്കെ,
അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഗ്ലൗസൊക്കെ ഇട്ട്, സാധാരണ ഗ്ലൗസ് ഒന്നും ഇടാതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ടിംഗ് മീഡിയയിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന മണൽ കണ്ടോ, ഭയങ്കര സ്മൂത്തായിട്ടുള്ള മണൽ. ഇത് ശരിക്കും ആറ്റുമണലാണേ. ഇത് നമ്മുടെ നോർമൽ മണ്ണാണ്, പക്ഷെ നല്ല മണ്ണായിരിക്കണം എടുക്കുന്നത്. ഇത് വന്നിട്ട് നല്ല ചാണകപ്പൊടിയാണ്. ഓക്കെ, ഇത് കുറച്ച് പെർലൈറ്റ് കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ പെർലൈറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ പെർലൈറ്റ് ഇടണം എന്നില്ല. പിന്നെ ചകിരിച്ചോറും അത്യാവശ്യം ആവശ്യത്തിന് ഈ ഒരു എടുത്ത ഒരു സെയിം ക്വാണ്ടിറ്റി തന്നെ എടുക്കാം. എന്നിട്ട് നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്യുവാണേ. ഓക്കെ ഗൈസ്, നമ്മുടെ പോട്ടിംഗ് മീഡിയ എപ്പോഴും നിങ്ങൾ നോക്കണം, നല്ല സ്മൂത്ത് ആയിരിക്കണം. നല്ല എയറേഷനൊക്കെ ഉള്ള ഒരു പോട്ടിംഗ് മീഡിയ തന്നെ ഉണ്ടാക്കണം. വെച്ചാൽ മണ്ണ് നല്ല എന്താ പറയുക, തിക്കായിട്ടിരിക്കല്ലോ. ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ഉറഞ്ഞ് ആവാത്ത പോട്ടിംഗ് മീഡിയ ആണെങ്കിൽ മാത്രമേ തൈകൾ നമുക്ക് ഒരുപാട് കിട്ടത്തുള്ളൂ. അപ്പം മണൽ ഇതിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം തന്നെയാണ്, മണലും ചകിരിച്ചോറും എന്ന് പറയുന്നത്. പിന്നെ ചാണകപ്പൊടി അതിൻ്റെ ഒരു ഫെർട്ടിലൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഉണ്ടല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ പോട്ടിംഗ് മീഡിയ എടുക്കുമ്പോൾ എന്തേ ഇതുപോലെ ഒന്നൊന്നായിട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇതിൽ നിന്ന് ഇളക്കിയെടുത്തിട്ട് ഇങ്ങനെയാണ് തൈ. ഉണ്ടല്ലേ. ഇതിന് ശരിക്കും ഇനി ഇവിടുത്തെ വില്ലന്മാരെയൊക്കെ നിങ്ങൾ ഓരോ വീഡിയോയിലും കാണാൻ സാധിക്കും കേട്ടോ. ഇത് അടുത്ത വില്ലനാണ്. നേരത്തെ ഇന്നലെ നമ്മളൊരു വില്ലനെ കണ്ടില്ലേ, അതിലുള്ളൊരു വില്ലനാണിത്. ഉപ്പിട്ട് കൊല്ലാം, അവിടെ കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് പ്ലാന്റ്. അപ്പോൾ എത്ര പ്ലാന്റ് ഉണ്ട് ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. ഇത് മാർക്കറ്റിൽ നല്ല റേറ്റുള്ള പ്ലാന്റാണ്. അതായത് നമുക്കിത് മണ്ണൂത്തി ചെന്നാൽ ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 150 ആണ്. അപ്പം മുമ്പൊന്നും ഇത്രയും റേറ്റ് ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പം ഇത് നല്ല ഡിമാൻഡായപ്പോൾ നല്ല റേറ്റായി, സാധനം കിട്ടാനുമില്ല. അപ്പോൾ നമുക്കിതിങ്ങനെ തൈകളാക്കി വെർട്ടിക്കലിൽ വെച്ചാൽ നമ്മുടെ വീടും മനോഹരമായിട്ടിരിക്കും. നമുക്ക് തൈകൾ വേണമെങ്കിൽ സെയിലും ചെയ്യാം. ഓക്കെ, 2 യൂസ് നടക്കും. അപ്പോൾ നമുക്കൊരു പ്ലാന്റിൽ നിന്ന് തന്നെ ഞാനിപ്പോൾ 4 പ്ലാന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പ്ലാന്റ് നടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു വെർട്ടിക്കൽ പോട്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇൻഡോർ ആണെങ്കിൽ ഇൻഡോർ പോട്ട് വയ്ക്കാൻ മനോഹരമായ ഇൻഡോർ പോട്ടിൽ നടാം. അപ്പോൾ അടിയിൽ കുറച്ച് മെറ്റലോ അല്ലെങ്കിൽ ചകിരിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു പോട്ടിംഗ് മീഡിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉണ്ടല്ലേ, ഈ പോട്ടിംഗ് മീഡിയക്കകത്താണ് പ്ലാന്റ് ഒരുപാട് തൈകളുണ്ടാകാൻ സാധിക്കുന്നത്. നല്ല പോട്ടിംഗ് മീഡിയ കൊടുത്തു കഴിഞ്ഞാൽ നിറച്ചും തൈകളുണ്ട്. ഉണ്ടല്ലേ, ഇത്രയേ ഉള്ളൂ കോട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അത്ര തന്നെ. അങ്ങനെ നമുക്ക് മറ്റൊരു പ്ലാന്റ് കൂടി നടാം. നഴ്സറിയിലൊക്കെ ചെന്നാൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് അവർ 200 മുതൽ 250, പിന്നെ പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് 300 ഒക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു എയർ പ്യൂരിഫയറുമാണ്. നമുക്കൊരു ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലാന്റാണ്. പിന്നെ ഇൻഡോറൊക്കെ വയ്ക്കുന്നവർക്കാണെങ്കിൽ ഇത് പോട്ട് ചെയ്തതിന് ശേഷം ഇതുപോലുള്ള ക്ലേ ബോൾസ് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിട്ടിരിക്കും. പിന്നെ ശരിക്കും ഇത് ഔട്ട്ഡോറാണ് ഇത് വെക്കുന്നത്. ഇൻഡോർ ഞാൻ തൈകളെടുത്ത് വെക്കാറുണ്ട്, കൂടുതലും ഔട്ട്ഡോർ വെച്ചിട്ട്. ഒരുപാട് തൈകൾ ഉണ്ടാവണമെങ്കിൽ ഇത് ഔട്ട്ഡോറിലിരിക്കണം. മഴയും വെയിലും ഒക്കെ കൊണ്ട് വേണം ഇതിന് തൈകൾ ഒരുപാട് ഉണ്ടാകാൻ. ഇത് നമ്മൾ വെർട്ടിക്കലിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. കുറച്ച് വെയിലായതുകൊണ്ട് ക്ലിയർ ആവുന്നില്ല വീഡിയോ.
അതുപോലെ തന്നെ ഗെയ്സ് ഇത് നമ്മുടെ സയൻസീവേരയുടെ ഗ്രീൻ വെറൈറ്റിയാണ്. ഇതും വളരെ മനോഹരമായിട്ട് ഞാനിവിടെ ഒരു നമ്മുടെ പട്ടിക്കൂടിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ പട്ടിക്കൂട് ഇവിടെ ഫ്രീ ആയിട്ട് കിടന്നപ്പോൾ ഞാൻ കരുതി അവിടെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാം. ഇതിനും നല്ല ഡിമാൻഡുണ്ട്. എയർ പ്യൂരിഫയറും നാസ അംഗീകരിച്ച പ്ലാന്റും ആയതുകൊണ്ട് ഈ പ്ലാന്റിനൊക്കെ മാർക്കറ്റിൽ നല്ല ഡിമാൻഡുണ്ട് ഇപ്പോൾ. അപ്പോൾ കേസ് ഇന്നൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. എന്താണെന്നല്ലേ? അതെ, പ്രിങ്കിൾസ് ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ആ സന്തോഷ വാർത്ത എന്നല്ലേ? അതെ, നമ്മൾ കഴിഞ്ഞ ഒരു 3-4 വീഡിയോയ്ക്ക് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഒരു ചെറിയൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. അത് വീഡിയോ ഏതാണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൽ നിന്നും എങ്ങനെ വരുമാനം വരാം എന്നതിനെ കുറിച്ചാണ്. ആ വീഡിയോ കാണാത്ത എല്ലാ ആൾക്കാരും ആ വീഡിയോ കയറി കാണണം. അപ്പോൾ അതിനകത്ത് ചലഞ്ച് എന്താണെന്ന് മനസ്സിലാകും. അപ്പം അതിനകത്ത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പം അതിനകത്തൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ടോക്സിക് എന്ന് പറയുന്ന വേർഡ് എത്ര പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് എന്നതാണ്. അതിന് റൈറ്റ് ആൻസർ പറയുന്നവരിൽ നിന്ന് ഞറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് സമ്മാനം കൊടുക്കുകയും 3 പേരെ ഷോർട്ട് ഔട്ട് ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മത്സരത്തിൻ്റെ വിന്നറെ തിരഞ്ഞെടുക്കുക കൂടി ചെയ്യുകയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ. കാരണം നമ്മൾ ഇന്ന് കാണിച്ച പ്ലാന്റും ഇത് തന്നെയാണല്ലോ. അപ്പോൾ ഈ പ്ലാന്റ് ആണല്ലോ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ മത്സരാർത്ഥിക്കുള്ള ഗിഫ്റ്റ് ഇതേ ഈ പ്ലാന്റ് ആണ്. കണ്ടില്ലേ? ഈ ഒരു പ്ലാന്റ് ആണ് മത്സരാർത്ഥിക്ക് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ്. ഇതാണ്. അപ്പം വിന്നർ ആരാന്ന് നോക്കാം. അപ്പം മോളാണ് ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ആരാന്നൊന്നും കണ്ടിട്ടില്ല. എന്തായാലും ആൻസർ 4 ടൈംസ് ആണ്. അത് ഇൻട്രൊഡക്ഷനിൽ ഞാൻ 1 പ്രാവശ്യം പറഞ്ഞു, ബാക്കി വീഡിയോയിൽ 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇൻട്രോയിൽ 1 പ്രാവശ്യം, വീഡിയോയിൽ ഞാൻ 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ 4 ടൈംസ് ആണ്. അപ്പം അങ്ങനെ ആൻസർ ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആരാന്ന് നോക്കാം. അപ്പം ഗെയ്സ്, നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. ഒരാളെ ഞാൻ എടുത്തിട്ടുണ്ട്. കുറേ പേരിൽ നിന്നാണ് ഒരാളെ എടുത്തേക്കുന്നത്. അതാരാണെന്നുള്ളത് നോക്കട്ടെ. വാവ്, ടോക്സിക് 4 ടൈംസ് യൂസ് ചെയ്തു. ആരായിരിക്കും പറഞ്ഞത്? കാണിക്കട്ടെ ആരാണെന്ന്. സോദി രാഹുൽ. കൺഗ്രാറ്റുലേഷൻസ് സോദി രാഹുൽ. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പം സോദി രാഹുലാണ് ഇന്നത്തെ വിന്നർ. അപ്പോൾ സോദി രാഹുൽ ചെയ്യേണ്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സോദി രാഹുൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ സോദിയുടെ ഇൻസ്റ്റഗ്രാം ഐഡിയോ അല്ലെങ്കിൽ മെയിൽ ഐഡിയോ എനിക്ക് അയക്കണം. അപ്പോൾ ഞാൻ സോദിക്ക് അങ്ങോട്ട് മെസ്സേജ് ചെയ്യും, അഡ്രസ്സ് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ സമ്മാനം വീട്ടിൽ വരും. പിന്നെ ഞാൻ 3 പേരെ ഷോർട്ട് ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആരൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഷൈനി എല്ലാണ്. ഷൈനിയൽ, താങ്ക് യു സോ മച്ച്. നല്ലൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. വെരി ഗുഡ് വീഡിയോ, യു ആർ ഗുഡ് പ്ലാൻ ലവർ ആൻഡ് ഗുഡ് ടീച്ചർ ടു. ഓൾ ദ വെരി ബെസ്റ്റ്. 4 ടൈംസ് ടോക്സിക് വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഷൈനി. ഇനി അടുത്തത് ജിൻസി ജോസ്. ജിൻസി ജോസ്, nice video with a new topic. The word toxic is used 3 times in the content and once in the introduction. Okay, good, right. Thank you so much ഷൈനി. ഇനി ഒരാൾ കൂടിയുണ്ട്. ഓക്കെ, ഹരിദാസൻ സാറാണ്. ഹരിദാസൻ സാറിന് എനിക്ക് പരിചയമുള്ള സാറാണ്. നല്ലൊരു പ്ലാൻ ലവറും പ്ലാന്റ് കളക്ടറും ഒക്കെയാണ് പുള്ളി. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് സാർ. സൂപ്പർ വീഡിയോ, വെരി ഇൻഫർമേറ്റീവ്, വെൽ നറേറ്റഡ്, വേർഡ് ടോക്സിക് റിപ്പീറ്റഡ് 4 ടൈംസ്. ഓക്കെ, താങ്ക് യു സാർ. അപ്പം ഇനി ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. നമ്മളൊരു ബോണസ് വിന്നറെ കൂടി സെലക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു, അത് സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഇരുന്നായിരുന്നു. അപ്പം നമുക്ക് ആ ബോണസ് വിന്നറെ ഞറുക്കെടുപ്പിലൂടെ ആരാണെന്ന് കണ്ടുപിടിക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് വിന്നായിട്ടുള്ള ആളിനെ മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതിലേക്കിടാം. ഫസ്റ്റ് വിന്നയക്കുന്ന സോദി രാഹുലാണ്. ഇപ്പോൾ സോദി രാഹുലിൻ്റെ പേപ്പർ മാറ്റിയിട്ടുണ്ട്. ബാക്കി എല്ലാവരെയും ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്.
ഇത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി ആ ബോണസ് വിന്നർ ആരാണ്? ബോണസ് വിന്നറിനും നമ്മൾ സെയിം ഗിഫ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം ബോണസ് വിന്നർ ആരാണെന്ന് നോക്കട്ടെ. ലിൻഡ ആൻ കൊർത്തു ആണ്. ലിൻഡ ആൻ കൊർത്തു ആണ്. കൺഗ്രാറ്റുലേഷൻ ലിൻഡ. ദ വേർഡ് ടോക്സിക് ഈസ് സെഡ് 4 times. ഓക്കെ, അപ്പോൾ ലിൻഡയ്ക്കും സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സമ്മാനം കിട്ടാത്തവരാരും വിഷമിക്കേണ്ട. നമ്മൾ ഇനിയും മത്സരങ്ങൾ നടത്തുന്നുണ്ട്. നമുക്ക് 10,000 സബ്സ്ക്രൈബർ തികയുന്ന സമയത്ത് നമ്മൾ നല്ലൊരു ഗിഫ്റ്റ് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട. ഇനിയും ചാൻസുകൾ വരുന്നുണ്ട്. നമ്മൾ ഇനിയും ഇതുപോലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇതുപോലുള്ള മത്സരങ്ങളൊക്കെ നടത്തുമ്പോൾ നിങ്ങൾ അതിൽ വിൻ ആവണമെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിടുക. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോയുമായി കാണും വരെ ബൈ.